വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയായി തീരുകയാണ് വിനായകൻ. അതിന് പിന്നാലെ ചില തുറന്നു പറച്ചിലുകളും അദ്ദേഹത്തിന് നേരെ ഉണ്ടാവുകയാണ്. നേരത്തെ അദ്ദേഹം എത്തരം രീതിയിൽ പെരുമാറി എന്നൊക്കെ കാര്യങ്ങൾ. ഇപ്പോൾ ദിനു വെയിൽ എന്ന് പറയുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റാണ് അത്തരത്തിലൊരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. കൂടെ കിടക്കാൻ പറ്റുമോ എന്ന് വിനായകൻ ചോദിച്ചു. സത്യത്തിൽ വിനായകൻ്റെ ഉടുതുടി ഉരിഞ്ഞുള്ള ആട്ടത്തിന് ശേഷമാണ് പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ഹൈദരാബാദ് രാജീവ് ഗാന്ധി എയർപോർട്ടിൽ വിനായകൻ നടത്തിയ അഴിഞ്ഞാട്ടോ ആഭാസവും സഹാവായതുകൊണ്ട് ഒരു മാപ്പ് പറഞ്ഞാൽ മാത്രം മതി, വിനായകൻ എന്തിൽ നിന്ന് ഊരിപ്പോരാ, വിനായകനെ ഇനി തുണിയില്ലാത്ത നടറോഡിലൂടെ നടന്നാലും ഒരു പ്രശ്നവുമില്ല, സഹാവായതുകൊണ്ട് തുണിയില്ലാതെ ആയാലും വിനായകനെ നടറോഡിലൂടെ നടക്കാം, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു മാപ്പ് പറഞ്ഞാൽ മതി, വിനായകൻ ഓക്കെയാണ്. ഇനി ബോച്ചയായിട്ട് തുണിയില്ലാതെ നടക്കുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും ബിസിനസ്സുകാർ സഹാക്കന്മാർക്ക് അത്ര പിടുത്തമില്ലാത്ത ഏതെങ്കിലും ബിസിനസ്സുകാരോ ഏതെങ്കിലും ആക്ടിവിസ്റ്റുകളോ ഏതെങ്കിലും ആളുകളോ തുണിയില്ലാതെ നടന്നാൽ അപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പോലെ സമയം കൊടുക്കാതെ അപ്പം തന്നെ പിടിച്ച് ജയിലിലിടും. ഇവിടെ ഒരു ഇരട്ടത്താപ്പ് രണ്ട് നീതിയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിനായകൻ പറയുന്ന അശ്ലീലങ്ങൾ, തോന്നിവാസങ്ങൾ, പരസ്യമായി ഇൻ്റർവ്യൂകളിലിരുന്ന് കൂടെ കിടക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിൽ വിനായകനെ പോലെ ഇത്രയും അശ്ലീല വാക്കുകൾ പ്രയോഗിക്കുന്ന വിനായകൻ പലർക്കും റോൾ മോഡലാണ്. വിനായകൻ്റെ പല സിനിമകളും നമ്മൾ വലിയ രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. നല്ല കഴിവുള്ള മികച്ച അംഗീകാരങ്ങൾ കിട്ടേണ്ട ഒരു നടൻ തന്നെയാണ് വിനായകൻ, അതിനൊരു സംശയവുമില്ല. പക്ഷേ കയ്യിലിരിപ്പ് ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. എന്ത് തോന്നിവാസവും വിളിച്ചു പറയാനിപ്പോൾ ജനകീയനായ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ പറഞ്ഞതാണ് എൻ്റെ അപ്പനും ചത്തു നിൻ്റെ അപ്പനും ചത്തു എന്നുള്ളത്. ഇതൊക്കെ വലിയ വിമർശനത്തിനിടയാക്കി എന്നുള്ളതാണ്. അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ ഞാൻ എവിടെയും ധൈര്യത്തോടെ വിളിച്ചു പറയുമ്പോൾ എനിക്കൊരു ഭയവുമില്ല. ശരി, നിലപാടുകൾ കൃത്യമായി നിങ്ങൾ പറയുക തന്നെ വേണം, അതിലൊരു തെറ്റുമില്ല. പക്ഷേ നിങ്ങൾ ആദ്യം ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളോട് ചോദിച്ചിട്ട് വേണം നിങ്ങൾക്ക് പറയാനുള്ള നിലപാടുകൾ പൊതു ഇടങ്ങളിൽ പറയാൻ എന്നുള്ളത് വിനായകൻ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. മാപ്പ് പറഞ്ഞുകൊണ്ട് വന്ന അതിന് കൃത്യമായ നിലപാടോ തീരുമാനങ്ങളോ ഈയിടെയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല പല വിഷയങ്ങളിലും. മാപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, ഇപ്പോൾ വിനായകനിൽ നിന്ന് തനിക്കുണ്ടായ ഒരു ദുരനുഭവം പങ്കുവച്ചിരിക്കുകയാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ദിനു വെയിൻ. അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ദിനു ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചത്. ദിനു പറയുന്നത്, കുട്ടികളുടെ ഒരു പരിപാടിയിലേക്ക് അതിഥിയായി ക്ഷണിച്ചപ്പോൾ അശ്ലീല പ്രയോഗങ്ങളും തെറിവിളികളും അദ്ദേഹം തനിക്കും സുഹൃത്തിനുമെതിരെ നടത്തി. പെയിൻ ആൻഡ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലൂടെയാണ് ഞാൻ സോഷ്യൽ ആക്ടിവിസ്റ്റായി വന്നത്. അസുഖബാധിതരുടെ വേദന ഉൾക്കൊള്ളാൻ അതിലൂടെ വന്നതിനാൽ എളുപ്പമായിരുന്നു. പിന്നീടാണ് ജെൻഡർ ഇക്വാളിറ്റി, ക്ലാസ് ഡിസ്ക്രിമിനേഷൻ, ഡിസേബിൾഡ് ആയിട്ടുള്ള റൈറ്റ്സ് എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വിസിബിൾ അല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് സോഷ്യൽ ആക്ടിവിസ്റ്റായി പ്രവർത്തിക്കുമ്പോൾ അതിലെ പെയിൻ ആളുകൾക്ക് മനസ്സിലാകുക എന്നത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ വളരെ ചലഞ്ചിങ് ആണ് എന്നും ദിനു പറയുന്നു. ദളിത് കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരുടെ പരിപാടിക്ക് വിനായകനെ അതിഥിയായി വിളിക്കണമെന്ന അഭിപ്രായം വന്നു. കാരണം അവരൊക്കെ റോൾ മോഡലായാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. അങ്ങനെ എഴുത്തുകാരി കൂടിയായ മൃദുലാദേവിയുടെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചു. അദ്ദേഹമാണ് ഫോൺ എടുത്തത്. കാര്യം പറഞ്ഞപ്പോൾ സെക്ഷലി കളയഡായിട്ടുള്ള റിമാർക്കാണ് അദ്ദേഹം തിരിച്ച മറുപടിയായി പറഞ്ഞത്. അത് കേട്ട് ഷോക്കായി ഞാൻ. കോൾ കട്ട് ചെയ്തു. പിന്നീട് വീണ്ടും അദ്ദേഹം തിരിച്ചു വിളിച്ചു. ഫോൺ എടുത്തത് മൃദുല ചേച്ചിയാണ്. പക്ഷേ കൂടെ കിടക്കാൻ പറ്റുമോ എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ 10 ഇരട്ടി എന്ന് പറയാവുന്ന തരത്തിലുള്ള തെറികളും അശ്ലീല പ്രയോഗങ്ങളും ലൈംഗിക ആവശ്യങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം ഞങ്ങൾ കോള് കട്ട് ചെയ്തു. പക്ഷേ അദ്ദേഹം തുടർച്ചയായി വിളിച്ചുകൊണ്ടിരുന്നു. അന്ന് പെട്ടെന്ന് പരാതി കൊടുക്കാൻ പറ്റിയില്ല. ക്യാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം മാപ്പ് പറയുമോ എന്ന് അറിയാൻ കാത്തിരുന്നു. അതിനുശേഷമാണ് പരാതിപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിയമപരമായി പോകാനാണ് കരുതിയാണ് അദ്ദേഹത്തിൻ്റെ വോയിസ് പുറത്തുവിടാതിരുന്നത്. പക്ഷേ വിനായകൻ ഇതെല്ലാം ട്വിസ്റ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് നിരന്തരമായി വിളിച്ചുവെന്നും അദ്ദേഹം മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. അതിനുശേഷം വലിയൊരു സൈബർ അറ്റാക്ക് ഞങ്ങൾക്കെതിരെ ഉണ്ടായി എന്നാണ് ദിനു വെയിൻ പറയുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞ ഒരു പരിപാടിക്ക് വേണമെങ്കിൽ പെണ്ണിനെ കൂടെ കിടത്തിയാൽ വരാം. ഇതാണ് വിനായകൻ. ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം ഇതാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടി, അവരെ സഹായിക്കാനുള്ള ഒരു പരിപാടി. ആ പരിപാടിയിൽ വിനായകനെ വിളിച്ചു. അപ്പോൾ ഒരു പെണ്ണ് ഫോൺ എടുത്തു. ആ പെണ്ണിനോട് പറഞ്ഞു
കൂടെ കിടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വരാം. അപ്പോൾ എന്തുമാത്രം വിനായകൻ ആരും ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് വേറെ വിഷയം. പക്ഷേ ഈ രീതിയിൽ പെരുമാറുക എന്ന് പറയുന്നത് എന്തുമാത്രം മോശപ്പെട്ടൊരു സംഗതിയാണ്. ഇവരാണ് ഈ ധന്യ നേരത്തെ പറഞ്ഞ പോലെ ഇവരാണ് വലിയ രീതിയിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകൾ. ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഇതിനെതിരെയൊക്കെയുള്ള ചുട്ട മറുപടി വരുന്നുണ്ടോ സഖാക്കന്മാരുടെ ഭാഗത്തു നിന്ന്? ഇല്ല. ഇവിടുത്തെ സാംസ്കാരിക നായകർ എന്തിനും അഭിപ്രായം പറയുന്ന ഒരു നടിയുണ്ട് ഇവിടെ, പേരൊക്കെ മാറ്റി ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് WCCയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ഒരു നടിയുണ്ട്. ഇന്ന് വരെ ഈ വിനായകൻ ഇത്തരം മോശമായി പല കാര്യങ്ങൾ നടത്തിയിട്ടും ഒരു വാക്ക് പോലും ഇവിടെ അമ്മ സംഘടനയിൽ ആണാധിപത്യമാണ് നടക്കുന്നത്. ആ അമ്മ എന്നല്ല അതിനെ വിളിക്കേണ്ടത്. എം കുത്ത് എ അങ്ങനെ വേണം വിളിക്കാൻ. അപ്പോൾ സുരേഷ് ഗോപി മറുപടി കൊടുത്തു. വെളിയിലിരിക്കുന്ന മുതലാളിമാർ തൽക്കാലം അകത്ത് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കേണ്ട, അവർ വെളിയിലിരുന്നാൽ മതി, അകത്ത് കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾക്കിവിടെ എന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതോടെ തേഞ്ഞൊട്ടി. ഈ ആളുകളൊന്നും ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ സിനിമയിലെ ലഹരി ഇടപാടുകളെക്കുറിച്ച് സംസാരിക്കില്ല. ആണുങ്ങൾ മോഹൻലാലോ മമ്മൂട്ടിയോ എന്തെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ ഒരു മൈക്ക് എടുക്കും. പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ കുറേ പ്രസ്താവനകൾ, കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അങ്ങോട്ട് നിരന്തരം എഴുതി തള്ളും. പിന്നെ ലോകത്ത് ഇന്ന് വരെ കാണാത്ത ഏതെങ്കിലുമൊക്കെ ബുക്കിൽ നിന്ന് വായിച്ച് പഠിച്ച താത്വികമായ കുറേ അവലോകനം, കടിച്ചാൽ പൊട്ടാത്ത കുറേ ഇംഗ്ലീഷ് മലയാളവും കലർന്ന വാക്കുകൾ, ഇതൊക്കെയാണ് ഇവര് അല്ല. കസബ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ദ്വയാർത്ഥ പ്രയോഗം മമ്മൂട്ടി നടത്തി, സിനിമയുമായി ബന്ധപ്പെട്ട് ദ്വയാർത്ഥ പ്രയോഗം മമ്മൂട്ടി നടത്തിയെന്നും പറഞ്ഞായിട്ടാണ് ഇവിടുത്തെ പല കൊമ്പത്തിരിക്കുന്ന നായികമാർക്കും പ്രശ്നമുണ്ടായത്. കണ്ട ജനങ്ങൾക്ക് പ്രശ്നമുണ്ടായില്ല, അവർക്കാണ് പ്രശ്നമുണ്ടായത്. അപ്പോൾ ഈ വിനായകൻ ഇത്രത്തോളം ഈ അട്ടഹാസവും ആഭാസവും നടത്തുമ്പോൾ, ഈ തെറിവിളികളും അശ്ലീല പ്രയോഗങ്ങൾ നടത്തുമ്പോൾ, ഈ കൂടെ കിടക്കുമോ എന്നുള്ള ഈ ചോദ്യം ചോദിക്കുക, പെണ്ണിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് കൂടെ കിടത്തിക്കോ, നിങ്ങൾക്കും വരുന്ന സ്ത്രീക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല. ഒരു പെണ്ണിന് താല്പര്യമില്ലാത്ത ഒരു പെണ്ണിനോട് കൂടെ കിടക്കുമോ എന്ന് ചോദിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അപ്പോൾ വരുമോ ഇല്ല എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു സോഷ്യൽ ഒരു രീതി അനുസരിച്ചിട്ട് അത്തരം രീതിയിലുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സമൂഹമാണ് നമ്മൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമൂഹത്തിനനുസരിച്ചിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് വിനായകൻ പഠിക്കുക തന്നെയാണ് വേണ്ടത്. അതായത് ഒരു പെണ്ണിനോട് കൂടെ കിടക്കാൻ താല്പര്യമുണ്ട് എന്ന് ചോദിക്കുന്നു, ആ പെണ്ണ് ഇല്ല, താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ശല്യം ചെയ്യാതെ തിരിച്ചു പോകണം. ഇവിടെ സംഭവിച്ചത് എന്താ? ഞാൻ ചെയ്യാറില്ല, അത് പറയണ്ട. ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ അദ്ദേഹം വീണ്ടും തിരിച്ച് നിരന്തരമായിട്ട് വിളിക്കുകയും ശല്യം ചെയ്യുകയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ അവിടെ തീർത്തും അപകടകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിനായകൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ലൊരു കലാകാരനാണ്, നല്ലൊരു അഭിനേതാവാണ്, ഒക്കെ ശരിയാണ്, വലിയ രീതിയിലുള്ള ഒരു സെലിബ്രിറ്റി ആയിട്ട് അറിയപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഇവർക്കൊക്കെ ഈ രീതിയിലുള്ള ഒരു കലാകാരനാണ് ഒക്കെ സമ്മതിക്കെങ്കിലും ഈ രീതിയിലുള്ളൊരു അംഗീകാരം ഈ തലയിലെടുത്ത് വെക്കലിലാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് എന്തും ചെയ്യാനുള്ളൊരു ലൈസൻസ് ആയിട്ട് ഈ പല സെലിബ്രിറ്റികളും കരുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ നമ്മുടെ ഒരു സാറ് ഒരു നടനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പം ഞാൻ ഓർത്തെടുക്കുകയെന്ന്, വളരെ പ്രമുഖനായിട്ടുള്ള ഒരു നടൻ ഒരു സ്ഥലത്തേക്ക് കയറി വരുമ്പം അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന ആരാധകർ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ആദരിക്കുമ്പം അവരെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് തള്ളിക്കൊണ്ട് ആ നടൻ നടന്നുപോയിന്ന്. എന്തിനാണ് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ദൈവാരാധനയോടുകൂടി ഇത്തരം നടന്മാരുടെ മുമ്പിലൊക്കെ തല കുമ്പിടേണ്ട യാതൊരു ആവശ്യമില്ല. തീർച്ചയായിട്ടും.